ഫ്രം സീരീസിന്റെ 4ാമത്തെ സീസണിലെ 10ാമത്തെ എപ്പിസോഡും റിലീസായിട്ടുണ്ട്. ആദ്യമേ ഓവറോൾ ഒരു സീരീസ് റിവ്യൂ പറയാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. കാരണം 4 സീസണിലായിട്ട് 40 എപ്പിസോഡാണ് ഉണ്ടായിരുന്നത്. സ്റ്റിൽ അവിടുത്തെ മിസ്റ്ററീസ് എന്താണെന്നോ ഇവരൊക്കെ ശരിക്കും ആരാണെന്നോ ഒന്നും അറിയില്ല. 4ാമത്തെ സീസൺ തുടങ്ങി ഒരു 3-4 എപ്പിസോഡൊക്കെ നല്ല രീതിയിൽ പോയതാണ്. പിന്നീട് അങ്ങോട്ട് സ്ക്രിപ്റ്റ് എഴുതി തീർക്കാത്തോണ്ട് ലാഗ് ആക്കിയ പോലെയായിരുന്നു എപ്പിസോഡുകളെല്ലാം ഫീൽ ചെയ്തത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന പോലത്തെ അവസ്ഥയാണ് ഇപ്പൊ ഫ്രം സീരീസിന്റെ ഫാൻസിനുള്ളത്. ഈ സീസൺ മുഴുവൻ ഫോക്കസ് ചെയ്ത് ജെയ്ഡിന്റെയും ടാബിതയുടെയും ഓർമ്മ പുതുക്കലായിരുന്നു. തന്റെ പാസ്റ്റ് ലിവിസും ചിൽഡ്രൻ സാക്രിഫൈസും എല്ലാം ജെയ്ഡ് മഷ്റൂം വിഷനിലൂടെ മനസ്സിലാക്കുന്നു. ടാബിതയാണെങ്കിൽ പുഴയിൽ നിന്ന് വരുന്ന ജയന്റ് ഡോൾസിന്റെ മിസ്റ്ററിയും ഹിസ്റ്ററിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സോഫി ആയിട്ട് നിൽക്കുന്ന മാൻ ആൻഡ് യെല്ലോയുടെ മൈൻഡ് ഗെയിംസും. ഇതിലിപ്പോ 3 സീസൺ വരെ കാണിച്ച എല്ലാ സീക്രട്സും മിസ്റ്ററീസും ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിലും ഈ ഒരുവിധം ഡോട്ടുകളെല്ലാം കണക്ട് ചെയ്യാവുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ റാപ്പപ്പ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ ലാസ്റ്റ് എപ്പിസോഡ് 1.5 മണിക്കൂർ ഡ്യൂറേഷൻ കാണുമെന്ന അപ്ഡേറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു ഫിനാലെ എപ്പിസോഡ് ആകുമെന്ന് കരുതി. പക്ഷെ അത് ടോട്ടലി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ഇതിപ്പോ ഫ്രം വില്ലയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മിസ്റ്ററീസിന്റെ ഒന്നും ഉത്തരം കിട്ടിയതും ഇല്ല, പുതിയ മിസ്റ്ററീസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. അതാണ് അവസ്ഥ. ഇനി ഇതൊക്കെ അറിയണമെങ്കിൽ 1 വർഷം കൂടെ കാത്തിരിക്കണം. ജിം പ്രത്യക്ഷപ്പെട്ടിട്ട് ലേക്ക് ഓഫ് ടീയേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അതിന്റെ ഫോളോ അപ്സ് ഒന്നും ഉണ്ടായില്ല. അതുപോലെ ജൂലിയുടെ സ്റ്റോറി വാക്കിങ്ങും ഫാത്തിമയുടെ മണ്ണ് പ്രതിമയും എല്ലാം പകുതിക്ക് വെച്ച് ഫുൾ സ്റ്റോപ്പ് ആയിപ്പോയി. 3ാമത്തെ സീസണിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഈ ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുന്ന ഫ്ലൈസ് ഒക്കെ എവിടെയോ പോയി, പിന്നെ അതിനെ കണ്ടിട്ടേ ഇല്ല. എപ്പിസോഡ് ഫസ്റ്റിൽ വന്ന കാക്കകളെയും പിന്നെ കണ്ടില്ല. ഇനി 10ാമത്തെ എപ്പിസോഡിന്റെ എൻഡിങ്ങിലേക്ക് വന്നാലും ഫാത്തിമയുടെ ട്രാൻസ്ഫോർമേഷനും ബോയ് ഇൻ വൈറ്റ് എക്സ്പോസ്ഡ് ആയതൊക്കെയാണ് ആകെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. മാൻ ആൻഡ് യെല്ലോയും ബോയ് ഇൻ വൈറ്റും തമ്മിലുള്ള കണക്ഷന്റെ എന്റെ ഒരു തിയറി ഞാൻ അവസാനം പറയാം. നമുക്ക് ആദ്യം ഈ എപ്പിസോഡിൽ എന്തെല്ലാം മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചെന്നും അതിന്റെ റീസൺസും നോക്കാം. ഈ മോൺസ്റ്റേഴ്സ് ഉറങ്ങുന്ന ഗുഹയ്ക്കുള്ളിലെ സീക്രട്ട് ചേംബറിലുള്ള കുട്ടികളുടെ ബോൺസ് എടുത്താൽ എല്ലാവർക്കും വീട്ടിൽ പോകാമെന്നും വർഷങ്ങളായുള്ള ഈ പുനർജന്മവും സർക്കിൾ ഓഫ് ഇവന്റ്സും എല്ലാം എൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ടാബിതയും ജെയ്ഡും കൂടെ ബോൺസ് ഡിഗ് ചെയ്യുന്നു. മീൻവൈൽ ബോയിഡും ടീമും ബോട്ടിൽ മരം പിഴുതെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. ഇവിടെ അവർ ബോൺസ് കണ്ടെത്തുമ്പോഴോ അതിൽ തൊടുമ്പോഴോ അത് കളക്ട് ചെയ്യുമ്പോഴോ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണാം. സോ ആ ബോൺസ് വെച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ബോൺസ് എങ്ങനെയാണ് വീട്ടിൽ പോകാൻ സഹായിക്കുന്നതെന്ന് ഇനി വേണം കണ്ടുപിടിക്കാൻ. ആൻഡ് ജെയ്ഡ് അവിടെ ഒരു കൺഫെഷൻ നടത്തുകയാണ്. ഈ മരം പിഴുതു കഴിഞ്ഞാൽ പിന്നെ ഈ അസ്ഥികൾ കൊണ്ട് മോൺസ്റ്റേഴ്സിനെ തടയാൻ പറ്റില്ല. ആ സീക്രട്ട് ചേംബറിന്റെ പുറത്ത് മോൺസ്റ്റേഴ്സ് വന്ന് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ബോട്ടിൽ ട്രീ ആണ് ശരിക്കും ആ ചേംബറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ബോയ്ഡിനോട് പറഞ്ഞാൽ ഈ പ്ലാൻ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് കരുതി ജെയ്ഡ് മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണെന്ന് ടാബിതയോട് പറയുന്നു. വൺസ് ട്രീ പുള്ളി ചെയ്ത് കഴിഞ്ഞ് ടാബിത ലാഡറിലൂടെ ബോൺസുമായി പുറത്തെത്തും വരെ ജെയ്ഡ് മോൺസ്റ്റേഴ്സിനെ തടയാം എന്നായിരുന്നു ജെയ്ഡ് പ്ലാൻ ചെയ്തിരുന്നത്. ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ജെയ്ഡ് തന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ജെയ്ഡും ടാബിതയുള്ള ആ ഒരു കോൺവെർസേഷൻ. അങ്ങനെ മരം പിഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ മോൺസ്റ്റേഴ്സ് അകത്ത് വരുന്നത് കാണാം. അവിടെ അന്നേരം ജെയ്ഡിന്റെ തിയറി കറക്റ്റായി. ആ ടാലിസ്മാൻ അല്ല, ബോട്ടിൽ ട്രീ ആണ് മോൺസ്റ്റേഴ്സ് ഭയന്നിരുന്നത്. അങ്ങനെ മരം പിഴുതു വീഴുന്നു, വെട്ടം അകത്തേക്ക് വരുന്നു. അപ്പോഴാണ് മോൺസ്റ്റേഴ്സിന് ലൈറ്റ് പറ്റില്ല എന്ന് മനസ്സിലാകുന്നത്. മരം പിഴുത ഗ്യാപ്പിലൂടെ ലൈറ്റ് അകത്തേക്ക് വരുമ്പോൾ അവർ ലൈറ്റ് കണ്ടിട്ട് മാറിപ്പോകുന്നത് കാണാം, ഈ വാമ്പേഴ്സിനെയൊക്കെ പോലെ. ആ ഗ്യാപ്പിൽ ടാബിതയും ജെയ്ഡിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ബോയ്ഡ് ശ്രമിക്കുന്നു. പക്ഷെ സോഫിയ നേരത്തെ അതിന്റെ കയറ് പകുതി മുറിച്ച് വെച്ചിരുന്നുകൊണ്ട് അത് പൊട്ടിപ്പോകും. അങ്ങനെ ജെയ്ഡും ടാബിതയും ലാഡറിലൂടെ പുറത്തു വരാൻ കഴിയാതെ പോവുകയും പെട്ടെന്ന് അന്തരീക്ഷം മുഴുവൻ ഇരുട്ടാകുന്നു, രാത്രിയായ പോലെ. ആൻഡ് ഇരുട്ടായപ്പോൾ കാട്ടിൽ നിന്ന് മോൺസ്റ്റേഴ്സും വെളിയിൽ വരാൻ തുടങ്ങി. സോ എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ഈ ബോട്ടിൽ ട്രീ ചിൽഡ്രൻസിന്റെ ബോൺസ് പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല, അത് അവിടുത്തെ പ്രകൃതിയെ തന്നെ ബാലൻസ് ചെയ്യുന്ന ഒരു ബാരിയർ ആണ്. ഈ ഗുഡ് സ്പിരിറ്റും ഈവിൽ സ്പിരിറ്റിനും ഇടയിൽ ലൈഫ് ബാലൻസ് ചെയ്യുന്ന ഒരു ബാരിയർ. ഇവിടെ അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ലൈറ്റും ഡാർക്ക്നെസ്സും എടുക്കാം. ലൈറ്റ് ഉള്ളപ്പോൾ, അതായത് പകൽ സമയത്ത് ഫ്രം വില്ലയിലെ ലൈഫും നോർമൽ ആയിരിക്കും. രാത്രി ഈവിൽ സ്പിരിറ്റ് ആക്റ്റീവ് ആകുന്നു. കാട്ടിൽ നിന്ന് വരുന്ന മോൺസ്റ്റേഴ്സും ഈ പുഴയിൽ നിന്ന് വന്ന ഡോൾസും ഒക്കെ രാത്രിയാണ് വരുന്നത്. മുമ്പത്തെ സീസണിൽ വിക്ടർ പറയുന്നുണ്ട് ചിൽഡ്രൻസിന്റെ ഹോപ്പാണ്, പ്രതീക്ഷയാണ് ഫാർ അവേ ട്രീസായി മാറുന്നതെന്ന്. സോ ഹോപ്പ് ബിക്കം സിംബൽസ്, സിംബൽസ് ബിക്കം റൂട്ട്സ്, റൂട്ട്സ് ബിക്കം ട്രീസ്. സോ ഈ ഹോപ്പ് അല്ലെങ്കിൽ ഈ ട്രീ ആണ് ഫ്രം വില്ലയിലെ ഈ ഗുഡ് വേഴ്സസ് ഈവിലിനെ ബാലൻസ് ചെയ്തിരുന്നത്. അവിടെ ആ മരം ഇല്ലാതായതോടെ ഈ ഹോപ്പും ബ്രേക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ബാലൻസും നഷ്ടപ്പെട്ട് അവിടെ ഡാർക്ക്നെസ് ആയി മാറി. ഈ മോൺസ്റ്റേഴ്സ് വരുന്നതോടെ ബോയ്ഡും ടീമും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കാര്യങ്ങൾ വേഴ്സ് ആവുകയാണ് ചെയ്തതെന്ന് മനസ്സിലായ പാറ്റിയുടെ സമനില തെറ്റി റിയാക്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിമിഷം ആ ബുള്ളറ്റ് ശരിക്കും അവളുടെ തലയിൽ തന്നെ കയറുന്നതായിരുന്നു നല്ലതെന്ന് തോന്നി. അത് കണക്ക് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ആ ഒരു സീൻ.
മീൻവൈൽ ടാബിതയും ജെയ്ഡും മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ അകപ്പെടുന്നു. ഓൾമോസ്റ്റ് അവരെ കൊല്ലാൻ പോകുന്നു എന്ന് വന്നൊരു ഘട്ടത്തിൽ പെട്ടെന്നൊരു ഭൂമികുലുക്കം ഉണ്ടാവുന്നു. അന്നേരം സൈഡിലൂടെ ഒരു ചെറിയ വഴി കാണുകയും ജെയ്ഡും ടാബിതയും അതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഇത് അവരുടെ കയ്യിലുള്ള ബോൺസ് അവരെ പ്രൊട്ടക്ട് ചെയ്തതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം പിന്നീടുള്ള സീനിലും ആ വഴി അവസാനിച്ച് അവർ ബ്ലോക്കായി നിൽക്കുമ്പോഴും കറക്റ്റ് മോൺസ്റ്റേഴ്സ് അവരുടെ അടുത്തെത്തി അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലൊരു ഭൂമികുലുക്കം വന്നിട്ട് അവരവിടെ സേഫ് ആകുന്നുണ്ട്. സോ ഇൻ സം വേ ഈ ബോൺസിന് ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റും. ഇനി ജെയ്ഡും ടാബിതയ്ക്കും മാത്രമാണോ പ്രൊട്ടക്ഷൻ എന്ന് അറിയില്ല. എന്തായാലും ജെയ്ഡും ടാബിതയും അവിടെ മോൺസ്റ്റേഴ്സിൽ നിന്നും സേഫായി. ഈ സമയം ആർവിയിൽ മാരിയലും ഫാത്തിമയും സംസാരിക്കുന്നിടയിൽ സ്മൈലി മോൺസ്റ്റർ അവിടേക്ക് വരുന്നു. ഈ എർത്ത്ക്വേക്കിൽ അവിടുത്തെ ടാലിസ്മാൻ പൊട്ടി താഴെ വീഴുകയും സ്മൈലി അകത്ത് വരികയും ചെയ്യുന്നു. ഫാത്തിമയെ കൊല്ലാനായിരിക്കണം വന്നത്. എനിവേ ഫാത്തിമയെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്മൈലി മരിയലിനെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഫാത്തിമയും സ്ക്രീം ചെയ്ത് സ്മൈലിയെ കൺട്രോൾ ചെയ്യുന്നത് കാണാം. ആൻഡ് അത് മനസ്സിലാകുന്നതോടെ മോൺസ്റ്റർ പുള്ളിക്കാരി നോക്കി ചിരിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റി അവിടെ എത്തുന്നു. ക്രിസ്റ്റിയുടെ കയ്യിൽ കിടന്ന് മരിയൽ മരിക്കുന്നു. ഈ എപ്പിസോഡിലെ തന്നെ വൺ ഓഫ് ദ ഇമോഷണൽ സീൻസിൽ ഒന്നായിരുന്നു അത്. എല്ലാവരുടെയും ജീവൻ രക്ഷിച്ച ക്രിസ്റ്റിക്ക് താൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളെ മാത്രം രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കാണിക്കുന്നത് സോഫിയയുടെ കയ്യിൽ അകപ്പെട്ട എൽജിനെയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് സോഫിയയുടെ പടമുള്ള ഫോട്ടോഗ്രാഫ് സോഫിയെ തന്നെ കൊണ്ട് കാണിച്ച് പണിയായിരുന്നു വാങ്ങിയത്. ആൻഡ് എൽജിൻ ഓൾറെഡി മരിച്ചിട്ടുണ്ടാകും എന്നാണ് കരുത്. പക്ഷെ പിന്നീട് എൽജിനും സോഫിയും തമ്മിലുള്ള കോൺവെർസേഷനാണ് കാണിക്കുന്നത്. ക്ലാരയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത പോലെ എൽജിനുമായിട്ടും സോഫി ഒരു ഡീല് വെക്കുന്നു. തന്നെ സഹായിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നും താൻ പറയുന്ന പോലെ കേൾക്കണമെന്നും. എന്നാൽ എൽജിൻ അതിന് തയ്യാറാകുന്നില്ല. അവസാന നിമിഷം വരെയും എൽജിൻ സോഫിയുടെ കൂടെ നിൽക്കാതെ മരിക്കാനാണ് തീരുമാനിക്കുന്നത്. എൽജിനോട് കുറച്ചെങ്കിലും ഒരു സിമ്പതിയും കണക്ഷനൊക്കെ തോന്നിയത് ആ ഒരു സീനിലാണ്. ആൻഡ് ഇവിടെ എൽജിൻ മരിച്ച മൊമെന്റിൽ രാത്രി മാറി പകലാവുന്നത് കാണാം. ആൻഡ് എനിക്ക് തോന്നുന്നത് നേരത്തെ ഗുഡ് സ്പിരിറ്റ് ലൈറ്റും ഈവിൽ സ്പിരിറ്റ് ഡാർക്കും എന്ന് പറഞ്ഞല്ലോ. സോ ഇവിടെ മറ്റുള്ളവരെ ചതിക്കാൻ തയ്യാറാവാതെ സ്വന്തം ജീവൻ എൽജിൻ സാക്രിഫൈസ് ചെയ്തപ്പോൾ അതൊരു നല്ല കാര്യം, അല്ലെങ്കിൽ ലൈറ്റിന് ഒരു വിൻ കിട്ടിയ പോലെ അവിടെ ഡാർക്ക്നെസ് മാറി വീണ്ടും പകല് വരുന്നു. പിന്നീട് കാണുന്നത് ബോൺസ് ഉണ്ടായിരുന്ന ആ ചേമ്പറിൽ നിന്നും ഒരു മിന്നൽ ആകാശത്തിലേക്ക് പോകുന്നതാണ്. സ്കൈ മുഴുവൻ ആ ചുമന്ന മിന്നൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അത് നോക്കി നിൽക്കുന്നു. സോ റെഡ് ലൈറ്റനിങ് ഡേഞ്ചർ ആണല്ലോ സൂചിപ്പിക്കുന്നത്. ഈ സ്ട്രേഞ്ചർ തിങ്സിൽ വരുന്നതിന് മുമ്പ് ചുവന്ന മിന്നൽ അടിക്കുന്ന പോലെ എന്തോ വലുത് വരാനിരിക്കുന്നു എന്നതിന്റെ വാണിംഗ് ആയിരിക്കണം ഇതും. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റും ഡാർക്ക്നെസിന്റെ ഇടയിൽ ബാരിയറായിട്ട് നിന്നിരുന്ന ബോട്ടിൽ ട്രീ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോപ്പ് ബ്രേക്ക് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറുമോ എന്ത് വേണേലും സംഭവിക്കാം. അടുത്ത സീനിൽ കോളനി ഹൗസിലേക്ക് ടാബിതയുടെ കൂടെ ഫോറസ്റ്റിലേക്ക് പോയവർ തിരിച്ചെത്തുന്നു. അവരുടെ കൂടെ ടാബിത ഇല്ല എന്നറിയുന്നതോടെ ഈതനും ജൂലിയും അപ്സെറ്റ് ആകുന്നു. ടാബിതയും ജെയ്ഡും മരിച്ചെന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന ഈതനോടും ജൂലിയോടും ഡോണ സംസാരിക്കുമ്പോൾ നമ്മൾ തേർഡ് സീസണിലെ അവസാനത്തെ എപ്പിസോഡിൽ കണ്ട പോലെ ഷെൽഫെല്ലാം തനിയെ തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നു. സാധനങ്ങളൊക്കെ തെറിച്ചു പോകുന്നു. ഒരു പ്രേതത്തിന്റെ പ്രസൻസ് പോലെ. എനിക്ക് തോന്നുന്നത് ജിമ്മിന്റെ ഗോസ്റ്റ് ആണെന്നാണ്. കാരണം തേർഡ് സീസണിലെ ലാസ്റ്റ് എപ്പിസോഡിലും ജിമ്മ് മരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതുപോലെ ഈദനും ജൂലിയും ടാബിതയും നിൽക്കുന്ന കിച്ചണിൽ സമാനമായിട്ട് സംഭവിക്കുന്നത്. അതുപോലെ ടാബിത മരിച്ചെന്ന് കരുതി അപ്സെറ്റ് ആയിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഇൻ സം വേ ജിം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാവാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. എർത്ത്ക്വേക്ക് വരുമ്പോൾ ബോയിഡ് പൂട്ടിയിട്ടിരുന്ന വിക്ടറിനെ കെന്നി റിലീസ് ചെയ്യുന്നു. ഈ സമയം കോളനി ഹൗസിൽ വെച്ചിട്ട് പകൽ പെട്ടെന്ന് രാത്രിയാവുന്നതും അത് മാറി വീണ്ടും പകലാവുന്നതും കാണുന്നതോടെ ഹെൻറി ഇതൊരു ഡ്രീം തന്നെയാണെന്ന് വിചാരിച്ച് റൂം ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബുള്ളറ്റ്സുമായിട്ട് ഷെരിഫ് സ്റ്റേഷനിൽ നിന്ന് തോക്കും അടിച്ചു മാറ്റി വിക്ടറിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഹെൻറിക്ക് എന്ത് പറ്റിയതാണെന്ന് സംസാരിക്കാൻ വരുന്ന വിക്ടറിനെ സോഫി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വിഷനിലേക്ക് തിരിച്ചു പോകാം, അതാണ് റിയാലിറ്റി എന്ന് തെറ്റിദ്ധരിച്ച് ഹെൻറി കൊല്ലാൻ ശ്രമിക്കുന്നു. അവിടെ വെച്ച് വിക്ടറിനെ തിരക്കി ഈതൻ റൂമിലേക്ക് വരികയും ഓൾമോസ്റ്റ് ഈതനെ ഷൂട്ട് ചെയ്യുന്നത് വരെ എത്തുന്നു. ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല. അപ്പോഴേക്കും വിക്ടർ ഹെൻറിയെ തടഞ്ഞു ആക്രമിക്കുകയും ചെയ്യുന്നു. വിക്ടറിനോട് ഒരുപാട് സിമ്പതി തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു അത്. കാരണം ആ ടൗണിൽ തന്നെ ഏറ്റവും വർഷം സർവൈവ് ചെയ്തൊരു വ്യക്തിയാണ് വിക്ടർ. വളരെ ചെറിയ പ്രായത്തിൽ അതുപോലൊരു ഗ്രാമത്തിൽ ഒറ്റയ്ക്കായി പോകുന്നതുകൊണ്ട് തന്നെ ഇമോഷണലിയും മെന്റലിയും അൺസ്റ്റേബിൾ ആയിട്ടാണ് വിക്ടർ വളരുന്നത്. അതിനുശേഷം പലരും ആ ടൗണിലേക്ക് വന്നെങ്കിലും ഈതനല്ലാതെ ആരും മര്യാദയ്ക്ക് വിക്ടറിനോട് സംസാരിക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ബോയിഡും കെന്നിയും സേറയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെയ്ഡിന്റെയും ടാബിതയുടെയും അടുത്തുനിന്ന് സിഗ്നൽ കിട്ടുന്നു. സോ അവർ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബോയിഡ് അവരെ രക്ഷിക്കാനായി എല്ലിസിനെയും ഫാത്തിമയെയും കൂട്ടി കേവിനുള്ളിലേക്ക് പോകുന്നു. ആൻഡ് ഇതുപോലൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷന് എല്ലിസ് എന്തുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്നു എന്ന് നമുക്ക് പിന്നീടുള്ള സീനിൽ മനസ്സിലാവും. കാരണം ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിക്കൊന്നും പൊതുവെ എല്ലിസ് കൂടാറില്ലല്ലോ. മോൺസ്റ്റേഴ്സിന്റെ പ്രസൻസ് ദൂരെ നിന്ന് തന്നെ ഫാത്തിമയ്ക്ക് അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരെയും ബോയിഡ് കൂടെ കൂട്ടുന്നു. കേവിലെത്തി ഇരുവരെയും കണ്ടെത്തുന്നു. ജെയ്ഡിനെയും ടാബിതയും രക്ഷപ്പെടുത്തുന്നു.
ഇവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടുന്നതിന് വേണ്ടി ഫാത്തിമ മോൺസ്റ്ററായി മാറി സ്ക്രീം ചെയ്തുകൊണ്ട് ആക്രമിക്കാൻ വരുന്ന മോൺസ്റ്റേഴ്സിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. മോൺസ്റ്ററായി മാറുന്നതിന് മുമ്പ് ഫാത്തിമ അവസാനമായി എല്ലിസിനോട് പറയുന്നുണ്ട് റിമെമ്പർ ഹു ഐ വാസ് എന്ന്. ആദ്യത്തെ സീസണിൽ ജൂലിയോടും ഒരു സീനിൽ മോൺസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്നെ ഓർമ്മയില്ലേ എന്ന്. സോ ഈ മോൺസ്റ്റേഴ്സായി മാറിയവരെല്ലാം ഇൻ സം വേ ഇവരുമായി കണക്ഷൻ ഉള്ളവരാകാം. അല്ലെങ്കിൽ ജൂലിയുടെ കേസിൽ ഇപ്പോൾ ജൂലി സ്റ്റോറി വർക്ക് ചെയ്തപ്പോൾ കണ്ടതാവാം. എനിവേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലിസ് എന്തുകൊണ്ട് ഈ ഒരു സീനിൽ ഇൻവോൾവ് ആയി എന്നതിന് കാരണം. ഫാത്തിമയുടെ ആ ട്രാൻസ്ഫർമേഷനിൽ ഇമോഷണൽ ഇമ്പാക്റ്റ് കിട്ടാൻ എല്ലിസ് അവിടെ ആവശ്യമായിരുന്നു. ഫാത്തിമയോട് വളരെ എമ്പത്തറ്റിക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്. ഫ്രംവിൽ ടൗണിലെ തന്നെ ഏറ്റവും വലിയ വിക്റ്റിമാണ് ഫാത്തിമ. മേ ബി ഇനി വരും ദിവസങ്ങളിൽ മോൺസ്റ്റേഴ്സിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കാൻ ഫാത്തിമ ഉണ്ടാക്കിയ മണ്ണ് പ്രതിമയ്ക്കും കഴിഞ്ഞേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇനി മോൺസ്റ്റേഴ്സ് ഹണ്ടാണ് വരാനിരിക്കുന്നത്. ബിക്കോസ് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ സോഫിയയും ക്ലാരയും കൂടി ടൗണിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ടാലിസ്മാൻ കളക്ട് ചെയ്യുകയായിരുന്നു. ഇവിടെയാണെങ്കിൽ സോഫി വളരെ കൂളായിട്ടാണ് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടക്കുന്നത്. എന്നിട്ടും ആരും അവളെ കാണുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ടാലിസ്മാൻ എല്ലാം കളക്ട് ചെയ്ത് ആടിപ്പാടി സോഫി വരുമ്പോഴാണ് ആ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. ബോയ് ഇൻ വൈറ്റും യെല്ലോ മാനും കണ്ടുമുട്ടുന്നു. അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും ഒരേ സിസ്റ്റത്തിന്റെ ആൾക്കാരാണ്. പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നിയത് അവർ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരാണെന്നാണ്. അവർ ബോൺസ് കളക്ട് ചെയ്തു എന്ന് ബോയ് പറയുമ്പോൾ പക്ഷെ ആ ബോട്ടിൽ ട്രീ പോയല്ലോ എന്നാണ് സോഫി തിരിച്ച് പറയുന്നുണ്ട്. സോ ആ ബോട്ടിൽ ട്രീ ആണ് ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഇവൻസിൻ്റെയൊക്കെ തുടക്കം എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇപ്രാവശ്യം എന്തായാലും നിങ്ങൾ തോക്കുമെന്നും ബോയ് ഇൻ വൈറ്റ് സോഫിയോട് പറയുന്നുണ്ട്. സോഫി അപ്പോൾ തിരിച്ചു പറയുന്നത് നിന്റെ ശുഭാപ്തി വിശ്വാസം ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യാറുണ്ടെന്നാണ്. സോ ഈ കോൺവെർസേഷനിൽ നിന്നും ഒരു കാര്യം ഉറപ്പായി, ഇത് മുമ്പ് നടന്നതാണ്. അതായത് ഇതൊരു ലൂപ്പ് തന്നെയാണ്, ലൈക്ക് സം കൈൻഡ് ഓഫ് ഗെയിം. ഈ ബോയ് ഇൻ വൈറ്റും മാൻ ഇൻ യെല്ലോയും ആ ഗെയിമിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നെക്സ്റ്റ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോയ്ഡിനെ പോലെ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ടാലിസ്മാൻ ഫാറവേ ട്രീയിൽ കൊണ്ട് കളയുന്നത്. സോ ബോയ്ഡ് കണ്ടെത്തിയതുപോലെ അടുത്ത സർക്കിളിൽ ഇത് മറ്റൊരാളും കണ്ടെടുക്കണം. ആൻഡ് എല്ലാ ഗെയിംസുകളെയും പോലെ ഇതിലും സർട്ടൈൻ റൂൾസ് ഉണ്ടായിരിക്കണം. ആൻഡ് അതുപോലൊരു റൂൾസ് കാരണമാവാം ബോയ് ഇൻ വൈറ്റ് അധികം കാര്യങ്ങളൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കാതെ ആപത് ഘട്ടങ്ങളിലും അല്ലെങ്കിൽ അവർ സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യങ്ങൾ മാത്രം പ്രത്യക്ഷപ്പെടുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം ടാബിതയെ ലൈറ്റ് ഹൗസിന് മുകളിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടതും. കാരണം ഈ ഒരു സർക്കിൾ ബ്രേക്ക് ആകാനോ അല്ലെങ്കിൽ ടാബിത അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇതിൽ ചേഞ്ച് വരുത്താനോ ബോയ് ശ്രമിച്ചതാവാം. ബട്ട് ടാബിത അവിടെ വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൾ അവിടേക്ക് തന്നെ തിരിച്ചെത്തി. ഈ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടാലിസ്മാൻസ് എല്ലാം സോഫിയെ കൊണ്ട് കളഞ്ഞത് കൊണ്ട് തന്നെ ഇനി അവിടുത്തെ വീടുകളിലൊന്നിന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കില്ല. ആൻഡ് മേ ബി നമ്മൾ കണ്ടതുപോലെ ആ ടൗണിനെ സംരക്ഷിച്ചിരുന്ന ബോട്ടിൽ ട്രീ നശിച്ചതുകൊണ്ട് തന്നെ പകലും രാത്രിയും ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയും അതുവഴി മോൺസ്റ്റേഴ്സ് ഫ്രീക്വൻ്റായി ഇവരെ ആക്രമിക്കാനും വരാം. ചിലപ്പോൾ ഇതൊരു ലൂപ്പാണെന്ന് മനസ്സിലായതോടെ ഈ ടാലിസ്മാൻസ് എല്ലാം എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് ബോയ്ഡിന് മനസ്സിലാവുകയും ബോയ്ഡ് വീണ്ടും ആദ്യം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അത് കണ്ടെത്തുകയും ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ എല്ലാ രഹസ്യങ്ങളും ഉണ്ടെന്ന് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എപ്പിസോഡിലെ ഒരു സീൻ അച്ഛനും മകനും കൂടെ ചെസ്സ് കളിക്കുന്നതാണ്. സോ എൻ്റെ ഒരു തിയറി എന്തെന്നാൽ ഈ മാൻ ഇൻ യെല്ലോയും ബോയ് ഇൻ വൈറ്റും അച്ഛനും മകനും ആയിരിക്കും. ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ലൂപ്പ് ഗെയിമാണ് ഈ ടൗണിൽ നടക്കുന്ന കാര്യങ്ങളും. ഇതിലെ ടൈറ്റിൽ സോങ്ങിലെ വരികൾ നോക്കിയാലും മക്കൾ അച്ഛനോട് ചോദിക്കുന്നു അവർ വളരുമ്പോൾ ആരായി തീരുമെന്ന്. ആൻഡ് അതിന് മറുപടി പറയുന്നത് വാട്ട് എവർ വിൽ ബി എന്നാണ്. ആൻഡ് ഈ വരികൾ പോലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രം ടൗണിലും ആരൊക്കെ ആരായി അല്ലെങ്കിൽ എന്തായി തീരണമെന്ന് നേരത്തെ എഴുതപ്പെട്ടതാണ്. സോ അതൊരു ലൂപ്പ് തന്നെയാണ്. ബോയ് ഇൻ വൈറ്റ് ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. 4ാമത്തെ സീസണിലെ ഒരു എപ്പിസോഡിൽ വിക്ടർ ബോയ് ഇൻ വൈറ്റിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് യു ലുക്ക് ഡിഫറെൻ്റ് എന്ന്. അതിന് മറുപടിയായി ബോയ് പറയുന്നത് എവറിത്തിങ്സ് ചേഞ്ചിങ് നൗ എന്നാണ്. സോ മറ്റു പുനർജന്മങ്ങളിലും മറ്റു സർക്കിളുകളിലും ഉണ്ടാവാത്ത ഒരുപാട് ചേഞ്ചസ് ഈ സർക്കിളിൽ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇപ്രാവശ്യം ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഈ ബോയ് ഇൻ വൈറ്റും മാൻ ഇൻ യെല്ലോയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻസിൽ അറിയിക്കുക. വരും ദിവസങ്ങളിൽ ഫ്രം വില്ലയിലുള്ള കൂടുതൽ മിസ്റ്ററീസിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനും തിയറീസും ഒക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇതുപോലുള്ള സിനിമ സീരീസ് റിലേറ്റഡ് കോണ്ടന്റ്സ് ഇഷ്ടമുള്ളവർ ഡു ഫോളോ ആൻഡ് സപ്പോർട്ട്. ദിസ് ഇസ് ഭാമ. താങ്ക് യു ഫോർ വാച്ചിങ്.